അതാണ്ട് ഇന്ന് കൊട്ടാരക്കരയിലുണ്ടായ വലിയൊരു അപകടം. 3 ജീവനുകളാണ് ഇന്ന് രാവിലെ പൊലിഞ്ഞത്. ഒരു ടിപ്പർ ലോറി, അതിൽ മണൽ കയറ്റി കൊണ്ടുവന്ന ടിപ്പർ ലോറി അമിത വേഗതയിലായിരുന്നു. അത് വളരെ വേഗം നിയന്ത്രണം തെറ്റി. അതിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഏതൊരു ബൈക്ക് കാരണമാണ് അതിന് നിയന്ത്രണം തെറ്റിയെന്നൊക്കെയാണ് അറിയുന്നത്. ഏതായാലും അതിനുശേഷം ആ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി ആ വണ്ടി മറിയുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് മണലും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുവാൻ വളരെ വൈകി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു താമസം നേരിട്ടു. ഏതായാലും 3 ജീവനുകളാണ് ഇന്ന് രാവിലെ പൊലിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ചിലർക്കൊക്കെ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അമിത വേഗം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. അത് രണ്ടുപേര് മരിച്ചെന്ന് പറയാം, മറ്റവര് ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ 6 പേര്, 3 കൊച്ചുങ്ങളും 3 വലിയവരുവാ. ഒന്ന് ഈ അത് 2 പേരെന്ന് പറഞ്ഞാൽ ഒന്ന് സത്യത്തില് ഒരു ഡ്രൈവറാ, മെക്കാനിക്കൽ അജുകുമാർ എന്ന് പറഞ്ഞ്, പിന്നെ JCB-യുടെ അല്ല സോറി ടിപ്പറിന്റെ ഡ്രൈവർ, ബൈക്ക് കൊണ്ടുള്ള ബൈക്ക് മുക്കോണി സംഭവം ഒരു 7:05-7:10 വണ്ടി കയറാൻ പിന്നെ ഒരു 4-5-6 കൊച്ചുങ്ങൾ എപ്പോഴും നിൽക്കുന്നതാണ്. ബാഗുകളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അതിനകത്ത് ഞങ്ങള് മോളിൽ നിന്ന് താഴെ വരുന്നതിന് മുമ്പ് 2-3 കൊച്ചുങ്ങളെ കൊണ്ടുപോയി. ആണോ? ഒരു ബൈക്കിനകത്ത് ആരോ 2 ചെറുപ്പക്കാർ വന്ന് ബൈക്ക് എൻ്റെ അടി കയറുമ്പോ ഞങ്ങള് എടുത്ത് മൂത്ത് വെച്ച് അമ്മമാരെ തോന്നുന്നു 2 മരിച്ചുപോയി. അപ്പോഴേ മരിച്ചത്. ബൈക്ക് ഇനി ഇങ്ങനെ വന്നയാണോ എങ്ങനെ വന്നയാണോ അറിയില്ല. ബൈക്ക് അതിന്റെ ഒരു തകരപ്പാട്ടയുടെ അരി കിടന്നയാ. ഈ ബസ് കൊട്ടാരക്കര എവിടെ നിന്ന് വരുന്നത്? പിന്നെ തിരിച്ച് കൊല്ലം. അതെ, എന്റെ 5-6 പേരെന്തായാലും 4-5 പേര് 2 പേര് മരിച്ചിട്ടുണ്ട്, 3 പേരെ രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ട്. വേറെ 3-4 പേര് പിന്നെ മുമ്പേ അങ്ങ് പറഞ്ഞു ആംബുലൻസിൽ നമ്മുടെ കാറിനകത്ത് പോകാൻ. ഒരു ദൂരം അറിയാൻ വയ്യ, ടിപ്പറിന്റെ കാര്യം അറിയാൻ വയ്യ, ബൈക്കാരൻ ആരാന്ന് അറിയാൻ വയ്യ.